Hello friends, welcome to the channel. Good afternoon, channel like Swadam and Ajay. Now, we will talk BSNL FTTH and a planner, a promotional planner to BSNL. Competition could be a planner BSNL FTTH and a response. 14 lakh customers are guided June connection with the BSNL and fiber. Hit the plan 399 plan. അപ്പോൾ നിങ്ങൾക്കറിയാം BSNL വെച്ച് നമ്മുടെ എയർടെലും ജിയോനൊക്കെ ഈ 399 ഒരു പ്ലാൻ ഉണ്ട്. എന്നുവെച്ചാൽ ഒരു 300 to 400 റേഞ്ചിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അതാണ് വരുന്നത്. ഇപ്പോൾ BSNL അങ്ങനെ ഒരു പ്ലാൻ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റീസെൻ്റ്ലിയാണ് തന്നെ 449 തന്നെ ഇപ്പോൾ ഒരു പെർമനൻറ്റ് പ്ലാൻ ആവാൻ തീരുമാനിച്ചത് തന്നെ. അപ്പോൾ നമുക്ക് ഈ പുതിയ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയ ചാനൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാനും മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് എല്ലാ വീഡിയോയും ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ GiveAway വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളൊരു 2-3 ദിവസം ഒരാഴ്ച മുമ്പ് ഇപ്പോൾ ഒരു GiveAway ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു റൂട്ടറാണ് കൊടുക്കുന്നത്, അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്നൊന്ന് ഒരു GiveAway കൂടി നമ്മൾ അനൗൺസ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി നമ്മളിന്ന് അനൗൺസ് ചെയ്തത് ഇപ്പോൾ പ്രോട്ടോണിക്സിൻ്റെ MUF R എന്ന് പറഞ്ഞിട്ടൊരു വയർലെസ് ഹെഡ്സെറ്റാണ്. ഇതാണ് സംഭവം. നമുക്കിത് വയർഡായിട്ട് ഉപയോഗിക്കാം, വയർലെസ് ആയിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു സംഭവമാണിത്. MUF R നിങ്ങൾക്ക് നോക്കിയറിയാം, ഒരു ഏകദേശം 2000 രൂപയുടെ റേഞ്ചിൽ MRP ഇല്ല, സെല്ലിംഗ് പ്രൈസ് വരുന്നുണ്ട്. MRP ഒരു 3000 above വരുന്നുണ്ട്, നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ പ്രോട്ടോണിക്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു നമ്മുടെ മൊബൈൽ അക്സസറിയും അതേപോലെ കമ്പ്യൂട്ടർ അക്സസറീസും ഉണ്ടാകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി സംഭവമാണ്. നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് 3.5 mm ജാക്കും ഉണ്ട്. വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇൻബിൽഡ് വയർ കിട്ടുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ വയർഡായിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കും. വെച്ചാൽ പിങ് കുറവാണ്. നമുക്ക് വേണമെങ്കിൽ വയർഡായിട്ട് ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ തന്നെ ഗെയിമിങ്ങും അത്യാവശ്യമൊക്കെ ഉപയോഗിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാണ് GiveAway ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നോർമൽ തന്നെയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് എന്തെങ്കിലും ഇഷ്ടമുള്ള നല്ലൊരു കമൻറ്റ്സ് ഇട്ടാൽ മതി. നമുക്ക് കമൻറ്റ്സ് എന്നാണ് നമ്മൾ റാൻഡം പിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന ഒരു 200-250 ലൈക്സ് കിട്ടുമ്പോഴാണ് നമ്മളിത് അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്കും ചെയ്യണം, അത് മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് കമൻറ്റ് ഇഷ്ടമുള്ള ചെയ്യാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിനെക്കുറിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോനെ കുറിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു കമൻറ്റ് ഇട്ടത് മതി. അതിന് നമ്മൾ പിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് നമ്മുടെ BSNL വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ BSNL പ്ലാനിനെ കുറിച്ച് പറയാം. 399 ആണ് നമ്മൾ പ്രൈസ് വരുന്നത്. അത് GST ഇൻക്ലൂഡഡ് അല്ല കേട്ടോ, GST പ്ലസ് ആഡ് ചെയ്ത് വരും. ഈ പ്ലാനിൻ്റെ പേര് ഇട്ടേക്കുന്നത് ഫൈബർ എക്സ്പീരിയൻസ് എന്നൊരു പേരാണ് ഇട്ടേക്കുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ ന്യൂസ് ഞാനിപ്പോൾ kerala.telecom.info എന്നൊരു സൈറ്റിലാണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നമ്മുടെ LCOനൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇതുവരെ ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. എപ്പോൾ വരുന്നു എന്ന് കൺഫേം പക്ഷേ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് 90 days ആണ് പറഞ്ഞേക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു 3 മാസമാണ് നമുക്കിപ്പോൾ ഒരു ഇതിൻ്റെ ഒരു ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പ്രൊമോഷണൽ ഓഫർ ആണല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് 449 മാറും ചെയ്യുന്നത്. വെച്ചാൽ 449 ഓൾറെഡി നമുക്ക് നിങ്ങൾക്കറിയാം പെർമനൻറ്റ് പ്ലാൻ ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്, അത് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഇത് 90 days ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഹിറ്റായി കഴിഞ്ഞാൽ നോർമലി നമ്മുടെ 449 പോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെ 6 months ആയിരിക്കും കിട്ടുക. അപ്പോൾ അതൊരു 90 days അല്ലെങ്കിൽ ഒരു 180 days ആ ഗ്യാപ്പിലായിരിക്കും നമുക്ക് ഈ പ്രൊമോഷണൽ ഓഫർ കിട്ടുക. അപ്പോൾ ഇത് പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അല്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് ആ പ്ലാനിലേക്ക് മാറ്റാൻ പറ്റില്ല. അത് പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് മാത്രമായിട്ടുള്ള ഒരു പ്ലാനാണ്. 399 എന്നൊരു പ്ലാൻ വരുന്നത്, പ്ലസ് GST വരും കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് 1000 GB ആണ് മാസം വരുന്നത്. പിന്നെ സ്പീഡ് വരുന്നത് 30 Mbps ആണ്. നമ്മുടെ ഓൾമോസ്റ്റ് 449 പോലെ തന്നെ. പക്ഷേ അതിന് നമ്മുടെ ഡാറ്റ ലിമിറ്റ് 3300 GB ആണല്ലോ. അപ്പോൾ ഇത് അതിനായിട്ട് കുറഞ്ഞൊരു 1000 GB. പക്ഷേ 1000 GB എന്ന് പറഞ്ഞാൽ കുറവൊന്നുമല്ല. 1000 GB നമ്മുടെ ഇപ്പോൾ എൻ്റെ 3300 GB എന്ന് പറഞ്ഞാലും 1000 GB ഇതുവരെ എത്തിയിട്ടില്ല, 500 GB പോലും എത്തിയിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇത്ര അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും നമ്മുടെ TV കണ്ടിട്ടും. പക്ഷേ അപ്പോൾ 1000 GB എന്ന് പറയുന്നത് മോശമുള്ള സംഭവമൊന്നുമല്ല, നല്ല പ്ലാൻ തന്നെയാണ്. വെച്ചാൽ 3300 എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും അത് മോസ്റ്റ്ലി ഹിറ്റാവാൻ സാധ്യതയുണ്ട്. വെച്ചാൽ പുതിയ കസ്റ്റമറിനെ വെച്ചിട്ടാണ് അവരത് ഈ പ്ലാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ സർക്കിളിലും വന്നിട്ടില്ല. കേരള സർക്കിൾ, അതുപോലെ തമിഴ്നാട്, ഗുജറാത്ത്, പിന്നെ തെലുങ്കാന, ഈ 3-4 സർക്കിളിൽ മാത്രമേ അവർ വന്നിട്ടുള്ളൂ ഈ അനൗൺസ് ചെയ്തിട്ടുള്ളൂ ഈ പ്ലാൻ. എന്ന് വെച്ചാൽ മോസ്റ്റ്ലി നമ്മുടെ കേരള സർക്കിളാണ് നമ്മുടെ FTTH അത്യാവശ്യം നല്ല ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ജൂണിലൊക്കെ ഭയങ്കര റെക്കോർഡ് കസ്റ്റമേഴ്സ് വന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ പ്ലാൻ അവതരിപ്പിക്കാനുള്ള ഇത് ഈ മാസം തന്നെ എടുത്തത് തന്നെ. അപ്പോൾ ഈ പ്ലാനെ കുറിച്ച് നമുക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം തന്നെ ഇത് നമ്മുടെ BSNL ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന്. പക്ഷേ നമുക്കിപ്പോൾ എങ്ങനെയാണ് അത് പ്ലാൻ വരുന്നുണ്ടെന്ന് ഉറപ്പാണ് ഓൾമോസ്റ്റ്. പക്ഷേ
നമുക്കിത് അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ എപ്പോൾ ലോഞ്ച് ചെയ്യും, എപ്പോൾ തൊട്ട് കിട്ടും, അങ്ങനെയൊന്നും ഒരു ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോനെ കുറിച്ച് ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ കുറേ പേര് കണ്ടുപോകുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.